എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോളൂ. നമ്മുടെ 2014 അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അവർ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് എക്സ് കൺസിസ്റ്റ് ഓഫ് only molecules. X will have എന്തായിരിക്കും? എ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്റ്റലൈൻ ഹാർഡ് സ്ട്രക്ചർ. ബി അവർ പറഞ്ഞിരിക്കുന്നത് എ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സി അവർ പറഞ്ഞിരിക്കുന്നത് ആൻ അയോണിക് ബോണ്ട്. അതേപോലെ തന്നെ ഡി അവർ പറഞ്ഞിരിക്കുന്നത് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between its molecules. only molecules. ഓക്കെ, പറഞ്ഞോ. അപ്പം എന്തായിരിക്കും വരിക? മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും? മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും വരിക? പറഞ്ഞോ. എന്താ മിഷേൽ എഴുതി? മിഷേൽ കേൾക്കാമോ? ഓക്കെ, മിഷേൽ കേൾക്കാമോ? ഓക്കെ, ദിവ്യ എന്താ എഴുതിയ? ദിവ്യ പറഞ്ഞോ. എന്താ ആൻസർ എഴുതി? ബി ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോ ബോയിലിംഗ് പോയിന്റ്. അയോണിക് അല്ല, കാരണം എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആണ് അല്ലേ. അതേപോലെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അല്ല, പിന്നെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും അല്ല, കാരണം ഹാർഡ് അല്ലല്ലോ. അപ്പം വരാൻ സാധ്യതയുള്ള എന്താ? ലോ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. നീ എന്തോ എഴുതിയേ? സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് മോളിക്യൂളും. അതെങ്ങനെയാണ് വരുന്നത്? മോളിക്യൂൾസ് മാത്രമേ ഉള്ളെങ്കിൽ, അയോൺസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. മോളിക്യൂൾസ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഹൈഡ്രജൻ മോളിക്യൂളിനെ ഞാൻ ഒരു പാത്രത്തിനകത്ത് എടുക്കുന്ന പോലെ ഉള്ളൂ. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇടയിൽ എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതാൻ പറ്റുമോ? ഇല്ല. അയോണിക് ബോണ്ടാണോ? അല്ല, അയോൺസ് ഇല്ല. അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ കട്ടിയില്ല, ക്രിസ്റ്റലൈൻ ഹാർഡ് സ്ട്രക്ചർ കട്ടിയില്ല. അപ്പം ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. മനസ്സിലായോ? ദിവ്യ എന്താ എഴുതിയേ? ബി തന്നെ എഴുതി. ഓക്കെ, സന എന്താ എഴുതിയേ? ബി തന്നെ സർ. ഓക്കെ, ഇനി ദ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ? അമോണിയ ആണോ, മീഥേൻ ആണോ, നൈട്രജൻ ആണോ, വാട്ടർ ആണോ? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടോ? ഏതാ സന ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടുള്ള? നൈട്രജൻ. ഏതാ ദിവ്യ? നൈട്രജൻ. ഏതാ മിഷേലെ? നൈട്രജൻ. എന്തുവാടാ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്? അമോണിയ ആണോ? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് നോക്ക്. അമോണിയയുടെ ചുറ്റിനും 1 2 3 4 5 1 2 3 4 5 ഇത് 1 2 3. നൈട്രജൻ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊട്ടത്തരം കാണിച്ച് തെറ്റിക്കുക. Give one word or phrase for the following formation of ions from the molecule. Give one word or phrase for the following. Okay. Okay, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. Give one word or phrase for the
following formation of ions from molecule അതിനെ എന്താ പറയുന്നത്? ഫോർമേഷൻ ഓഫ് അയോൺ ഫ്രം മോളിക്യൂൾ. എന്താ പറയുന്നേ? ആരോൺ എന്താ എഴുതിയേ? മിഷേൽ എന്താ എഴുതിയേ? Coordinate bond. ഫോർമേഷൻ ഓഫ് അയോൺ ഫ്രം മോളിക്യൂളോ? ഫോർമേഷൻ ഓഫ് അയോൺസ് ഫ്രം മോളിക്യൂൾ. അടുത്തത് പറഞ്ഞേ. അടുത്ത നമ്മുടെ എന്താണ്? ദിവ്യ എന്ന് പറഞ്ഞേ. അയണൈസേഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? അല്ല, സന എന്ന് പറഞ്ഞേ. സർ ഞാനത് എഴുതിയില്ല. ഇടേ അയോൺസ് മോളിക്യൂളിൽ നിന്ന് അയോൺസ് ഫോം ചെയ്യുന്നത് അയോണൈസേഷൻ അല്ലേ മിഷേലെ? മിഷേൽ Sir, കോർഡിനേറ്റ് question മറന്നുപോയതാ. ഓക്കെ. ഇത് അയോണൈസേഷൻ ആണ്. അയോണൈസേഷൻ. ഓക്കെ. അടുത്ത എന്തായിരുന്നു? 2013 അല്ലേ? അപ്പം 2013 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എ കെമിക്കൽ ടേം ഫോർ എ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് with both the electrons coming from same atom. എന്താ അത്? എന്താ? കോർഡിനേറ്റ് ബോണ്ട് ആണ്. ശരിയല്ലേ മിഷേലെ? അതെ സർ. ഓക്കെ. അടുത്തത് among the compounds identify the compounds that has all three bonds ionic, covalent, coordinate. Among the compound, identify the compound that has all three bonds ionic, coordinate, covalent. Okay. ഏതിനകത്താ അയോണിക്, കോർഡിനേറ്റ്, കോവാലന്റ് മൂന്നും ഉള്ളത്? എന്താ എഴുതിയത്? ഓക്കെ. എന്താ നമ്മുടെ മിഷേൽ എന്താ എഴുതിയത്? അമോണിയം ക്ലോറൈഡ്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ദിവ്യ എന്താ എഴുതിയേ? അമോണിയം ക്ലോറൈഡ്. സന എന്താ എഴുതിയേ? അമോണിയം ക്ലോറൈഡ്. നീ എന്താ എഴുതിയേ? അമോണിയക്കകത്ത് എവിടാടാ അയണിക് ബോണ്ട് ഉള്ളത്? അമോണിയക്കകത്ത് എന്താ ഉള്ളത്? മാത്രമേ ഉള്ളൂ. അമോണിയക്കകത്ത് കോർഡിനേറ്റ് ബോണ്ട് എവിടെ ഉള്ളത്? ഇല്ല. അയണിക്ക് എവിടെ ഉള്ളത്? അതും ഇല്ല. ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? NH4 പ്ലസും Cl മൈനസും കൂടെ ചേർന്നിട്ടാണ് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. NH4 പ്ലസിനകത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു. എന്താ? H ഇവിടെ നിന്ന് ഒരു H ഇങ്ങോട്ട് വന്നു, എന്നിന്റെ മണ്ടയ്ക്ക് ഒരു പ്ലസ് വരുന്നു. ഇവിടെ ഓൾറെഡി ഒരു കോർഡിനേറ്റ് ബോണ്ടായി, കോവാലന്റ് ബോണ്ടായി. ഇത് എന്തുമായിട്ടാണ് ചേരുന്നത്? Cl മൈനസുമായിട്ട് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുക. നൈട്രജൻ്റെ 2 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പം ഇവിടെ അയോണിക്കും ഉണ്ടായി. ഇത് മൂന്നും കോവാലന്റും ആണ്, ഇത് കോർഡിനേറ്റും ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായോ? തിരുത്തിയിട്ട് അതെല്ലാവരും വേണമെങ്കിൽ സ്ട്രക്ചർ വരച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യം എഴുതിയേക്കണം. H അല്ലേ? Hൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഇതിലോട്ട് കാണിക്കുക. ദിസ് ഇസ് ബോണ്ടഡ് വിത്ത് എന്താ? Cl. അപ്പം ഇത് അയോണിക് ബോണ്ട്. ഇത് പ്ലസും ഇത് മൈനസും കൊടുക്കാം. അയോണിക് ബോണ്ട്. ഇത് എന്താണ്? ഇത് കോർഡിനേറ്റ് ബോണ്ട്.
കോർഡിനേറ്റ് ബോണ്ട്. ഇത് മൂന്നും കോവാലന്റ്, ഇതും കോവാലന്റ്, ഇതും കോവാലന്റ്, ഇതും കോവാലന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് വിച്ച് ഈസ് നോട്ട് എ typical property of an ionic compound. A എന്ന് പറയുന്നത് എന്താണ്? I മെൽറ്റിംഗ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. B എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്സ് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ. ഒന്നും വേണ്ട, അതായത് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് എന്താണ് അക്വസ്. അതേപോലെ തന്നെ സി എന്താ? ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെന്താണ്? അതേപോലെ തന്നെ നാലാമത്തേത് എക്സിസ്റ്റ് ആസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഈവൻ ആഫ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. ഈവൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് നോട്ട് എ ടിപ്പിക്കൽ പ്രോപ്പർട്ടി ഓഫ് അയണിക് കോമ്പൗണ്ട്. അയണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത്. അയണിക് ബോണ്ടിന് എന്താ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അത് കറക്റ്റാ. എന്താണ്? കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അതും കറക്റ്റ് ആണ്. എക്സിസ്റ്റ് ആസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഈവൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് അതും കറക്റ്റ് ആണ്. അപ്പം എന്താണ് അല്ലാത്തത്? ആൻഡ് ഇൻസോലുബിൾ ഇൻ എന്താണ്? എന്താ? വാട്ടർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. ആണോ? നിങ്ങൾ ഇതെല്ലാം ഇതാണോ എഴുതിയേ? ആണോ മക്കളെ എല്ലാരും? ഓക്കെ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കമ്പയർ കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് വിത്ത് റിഗാർഡ് ടു സോലുബിലിറ്റി ഇൻ വാട്ടർ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാർബൺ ടെട്രാക്ലോറൈഡ് നോൺ പോളാർ ആണ്. അത് എന്താണ്? അത് എന്തിനകത്ത് ഇതാവില്ല? കാർബൺ ടെട്രാക്ലോറൈഡ് നോൺ പോളാർ ആണ്. അതെന്ത് ചെയ്യത്തില്ല? പോളാർ ആയിട്ടുള്ള വാട്ടറിൽ സോലുബിൾ ആകത്തില്ല. അപ്പം സോലുബിൾ. പക്ഷേ സോഡിയം ക്ലോറൈഡിനെ സംബന്ധിച്ചോ? സോഡിയം ക്ലോറൈഡ് പോളാർ ആണ്. അതെന്ത് ചെയ്യും? പോളാർ ആയിട്ടുള്ള വാട്ടറിനകത്ത് സോലുബിൾ ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? കാർബൺ ടെട്രാക്ലോറൈഡിനകത്ത് അയോൺസ് ഇല്ല, ഫ്രീ അയോൺസ് ഇല്ല. പക്ഷേ സോഡിയം ക്ലോറൈഡിനകത്ത് എന്തുണ്ട്? അയോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല, സോഡിയം ക്ലോറൈഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ ആണോ? ഇങ്ങനെയാണോ എഴുതിയ മക്കളെ? ഇങ്ങനെയാണോ ചെയ്ത മക്കളെ ഒന്ന് പറഞ്ഞേ.